2020 ലോകകപ്പ് ആവേശകരമായ സൂപ്പർ 8 ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളും വിജയിച്ച് അപരാജിത കുതിപ്പുമായാണ് ഇന്ത്യ മുന്നേറുന്നത്. സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. എന്നാൽ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ പേസർ മുഹമ്മദ് അമീർ. ഇന്ത്യ സൂപ്പർ 8 കടക്കില്ലെന്നും സെമി കാണാതെ പുറത്താകുമെന്നുമാണ് അമീറിന്റെ വാദം. ഇതിന് വ്യക്തമായ കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര മികച്ചതല്ലെന്നാണ് അമീർ പറയുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ചില മത്സരങ്ങളിൽ ഇന്ത്യ നേരിട്ട ബാറ്റിംഗ് തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് സൂപ്പർ 8 സമ്മർദ്ദം കൂടുമ്പോൾ ഇന്ത്യ പതറുമെന്ന അമീറിന്റെ വാദം. ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം നോക്കുക. എല്ലാ മത്സരത്തിലും അവർക്ക് ബാറ്റിംഗ് തകർച്ച നേരിട്ടിട്ടുണ്ട്. പാകിസ്ഥാനെതിരെയും ഇത് കണ്ടതാണ്. സൂപ്പർ 8 ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം കൂടുതൽ ശക്തമാവും. വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തോൽവി അറിയാതെയാണ് എത്തുന്നത്. രണ്ട് ടീമും മികച്ച ഫോമിലുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സെമിയിലേക്ക് എത്തുമെന്ന് കരുതുന്നില്ല എന്നാണ് മുഹമ്മദ് അമീർ പറയുന്നത്. സൂപ്പർ 8 ഇന്ത്യക്ക് മുന്നിലുള്ളത് സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നീ കരുത്തരാണ്. ഈ രണ്ട് ടീമുകളിലെയും താരങ്ങൾക്ക് IPL ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കളിച്ച് വലിയ പരിചയസമ്പത്തുണ്ട്. ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് അമീർ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ഫോമില്ലായ്മയും വലിയ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് ഈ ലോകകപ്പിലെ വജ്രായുധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട യുവതാരം അഭിഷേക് ശർമ്മയുടെ പ്രകടനം. 3 മത്സരങ്ങളിലും അഭിഷേക് 0 പുറത്തായത് ടീമിന് തിരിച്ചടിയായി. നേരത്തെ അഭിഷേക് ശർമ്മയ്ക്കെതിരെ അമീർ നടത്തിയ പ്രതികരണവും വിവാദമായിരുന്നു. എല്ലാ പന്തുകളും അടിക്കാൻ ശ്രമിക്കുന്ന ബാറ്റർ എന്നതിൽ കവിഞ്ഞ് അഭിഷേക് ശർമ്മ ഒന്നുമല്ലെന്നായിരുന്നു അമീറിന്റെ പ്രതികരണം. എല്ലാ പന്തുകളിലും വലിയ ഷോട്ടുകൾക്കാണ് അഭിഷേകിന് ശ്രമം. അത് നന്നായി നടന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 8 ഇന്നിംഗ്സ് കളിച്ചാൽ ഒരു തവണയാകും അഭിഷേക് മികച്ച സ്കോറിലെത്തുന്നത് എന്നായിരുന്നു അമീർ പറഞ്ഞത്. അതേസമയം ഇന്ത്യ സെമിയിലേക്ക് എത്തുമെന്നാണ് മുൻ ഇന്ത്യൻ താരങ്ങളായ ചേതേശ്വർ പുജാരയും മുഹമ്മദ് കൈഫും വരുൺ ആരോണും പറയുന്നത്. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ന്യൂസിലൻഡ് എന്നീ ടീമുകൾ സെമിയിലേക്ക് എത്തുമെന്നാണ് ചേതേശ്വർ പൂജാര പ്രവചിക്കുന്നത്. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നിവർ സെമി കളിക്കുമെന്നാണ് കൈഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുൻ ഇന്ത്യൻ പേസറായ വരുൺ ആരോണാകട്ടെ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നീ ടീമുകൾ സെമിയിൽ കടക്കുമെന്നാണ് പ്രവചിക്കുന്നത്. മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബംഗാർ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നിവർ സെമിയിലേക്ക് എത്തുമെന്നാണ് പ്രവചിച്ചത്. എന്തായാലും ഇതെല്ലാം പ്രവചനങ്ങൾ മാത്രമാണ്. എന്താകും സംഭവിക്കുന്നത് കാത്തിരുന്ന് കണ്ടറിയണം. സിംബാബ്വെ നിസ്സാരക്കാരായി കാണാനാവില്ല. ഓസ്ട്രേലിയയും ശ്രീലങ്കയും അട്ടിമറിച്ച ടീം കരുത്ത് സിംബാബ്വെക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക ടീമുകൾക്കെല്ലാം വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നേക്കും. 2020 ഫോർമാറ്റിൽ ആർക്കും മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കില്ല. തങ്ങളുടേതായ ദിവസം ഏത് കുഞ്ഞന്മാരും വമ്പന്മാരെ അട്ടിമറിക്കും. എന്നാൽ ഇന്ത്യയുടെ ടീം കരുത്ത് ഇപ്പോഴും ശക്തമാണ്. ഏത് വെല്ലുവിളികളെയും മറികടക്കാൻ ഇന്ത്യക്ക് ഇപ്പോഴും ടീം കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പിലേക്ക് എത്താൻ ഇപ്പോഴും ഉയർന്ന സാധ്യതയാണുള്ളത്. ചരിത്രത്തിൽ ഇതുവരെ ആതിഥേയ രാജ്യം T20 ലോകകപ്പ് കിരീടം നേടിയിട്ടില്ല. ആ ചീത്തപ്പേര് തിരുത്താൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.